കലോപാസകരെ വരവേറ്റ് കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രത്തിലെ കലാമണ്ഡപത്തിൽ കലോപാസനയ്ക്ക് തുടക്കമായി. ദേശീയ സംഗീത നൃത്തോത്സവം 22-ന് ആരംഭിക്കും. 29-ന് പൂജവയ്പും ഒക്ടോബർ 2-ന് വിദ്യാരംഭവും നടക്കും. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബികയിൽ കലോപാസനയുടെ നാളുകൾക്ക് തുടക്കമായി. നവരാത്രി മഹോത്സവ നാളുകളിൽ വിദ്യയുടെയും കലയുടെയും ദേവിയായ സരസ്വതി ദേവിയുടെ സന്നിധിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ ഇത്തവണ കലോപാസനയുടെ നാളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കലോപാസനകൾ നമ്മളൊരു 5 ദിവസം മുമ്പേ തുടങ്ങി. ആ അപേക്ഷകൾ കണ്ടമാനായി. അപ്പം 30-ാം തീയതിക്കുള്ളിൽ തന്നെ വളരെയധികം അപേക്ഷകൾ വരികയും നമ്മൾ ദിവസം തീരുമാനിക്കുകയും ചെയ്തു. ഒരു 5 ദിവസം കൂടി കലോപാസന നടത്താനുള്ള അവസരം നമുക്ക് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും ഈ സെപ്റ്റംബർ 18-ാം തീയതി മുതൽ നവരാത്രി ആരംഭിക്കുകയും ചെയ്തു. മിനിസ്ക്രീൻ റിയാലിറ്റി ഷോ താരങ്ങളായ മാസ്റ്റർ വിധുരാജും ദേവനാരായണനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് കലോപാസനയ്ക്ക് തുടക്കമായത്. കലാർച്ചനയ്ക്ക് കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള നിരവധി കലോപാസകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ദേശീയ സംഗീത നൃത്തോത്സവം 22-ന് ആരംഭിക്കും. 29-ന് പൂജവയ്പും ഒക്ടോബർ 2-ന് വിദ്യാരംഭവും നടക്കും. 40ഓളം ആചാര്യന്മാരാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. ആയിരക്കണക്കിന് കുരുന്നുകൾ ഇത്തവണയും ആദ്യാക്ഷരം കുറിക്കാനായി എത്തുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം.